ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഇവിടെ മനുഷ്യനെ വേഷം തന്ന് കൊല്ലാൻ നോക്കിയ നീ പറ പെട്ടെന്ന്. ജാസിന് എന്നിട്ട് അതിലില്ലാത്ത ജാസി എന്റെ കാല് പിടിച്ചിട്ട് ഞാനാന്ന് കുത്തി കയറ്റിയ പേയ്മെന്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ലാസ്റ്റ് സംസാരിച്ചിട്ട് അയാളെന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് കൊടുക്കാന്നവരെ പറഞ്ഞതാണ്. എന്നിട്ട് ജാസി എന്താക്കിയത് ഇവർ അതിൽ കയറ്റി ലാസ്റ്റ് അനക്കിട്ടാണ് പണി വന്നത്. ലാസ്റ്റ് ക്ലൈമാക്സ് ഷൂട്ടിന്റെ സമയത്ത് ഇതിന്റെ കാര്യങ്ങൾ മൊത്തം മുന്നിൽ ഏൽപ്പിച്ചിട്ടുണ്ടായത്. ആടെ ഇവരെ കാര്യങ്ങൾ നോക്കാനും ആ പ്രൊഡ്യൂസറും ഇതുവരെയായിട്ടുള്ള ടോക്കും എല്ലാം മുനുവാ. ഓക്കെ, അതിൽ നിന്ന് ആ സിനിമന്റെ ഏതെങ്കിലും ഒരു പൈസ എനക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഇല്ല. ഏതെങ്കിലും ഇവരെ പൈസ ഇവരെ ഒന്നിന്റെ എന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ടാ പൈസ വന്ന് ഇവരെ എന്തെങ്കിലും പൈസ എന്റെ കയ്യിലേക്ക് ഇതുവരെ വന്നായിട്ട് നിങ്ങൾക്ക് അറിയോ? അവർക്ക് ഒരു പ്രൂഫ് എങ്കിലും കാണിക്കാൻ പറ്റുമോ? എങ്ങനെ മുമ്പും കുറെ കാര്യങ്ങൾക്ക് നീ എന്നല്ല പ്രശ്നങ്ങൾ തീർക്കാൻ കൊടുത്തത്. എത്ര പ്രശ്നങ്ങൾ ഇവരെ അതെല്ലാം അതിലേക്കെല്ലാം ഞാൻ വരുന്നുണ്ട്. വെയിറ്റ് ആക്ക്. അതിൽ സ്കാമിന്റെ കഥകൾ കുറെ വരാണ്ട്. സ്കാമിന്റെ കഥകൾ വരാണ്ട്. ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പോ എന്താ പറയാ വണ്ടി അയച്ച് ഇവരെന്താ പറയുക പൈസ കൈമ കിട്ടിയാലേ വരൂ 1.5 ലക്ഷം റുപ്യ വേണമെന്ന് പറഞ്ഞു. 1.5 ലക്ഷം റുപ്യ ബ്ലാക്ക് മെയില് പ്രൊഡ്യൂസർ വിളിച്ച് ഭീഷണിപ്പെടുത്താം. 4 ആള് കാണാത്ത പടം ഓടാത്ത പടമായിരിക്കും, അതൊന്നും അനക്കാരേണ്ട ആവശ്യമില്ല, എനിക്ക് പൈസ കിട്ടിയാലേ ഞാൻ വരൂ. ഇങ്ങനെ പടം പൈസ ഇല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്തിനാ പടം ചെയ്യുന്നു? പൈസ കിട്ടാണ് ഞാൻ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അതെല്ലാം എടുക്കട്ടെ. ഇവരെ ഈ നേച്ചറാ ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ച അതേ സാധനമാണ് അവിടെ സംഭവിച്ചത്. അതായത് ഡ്രഗ് ഉപയോഗിക്കുന്നു, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തുന്നു. മനസ്സിലാവും. അവിടെ പോയിട്ട് അവിടെ അവര് ഉപയോഗിച്ചോണ്ടതിന്റെ സംസാരിച്ചാണ് ഞാൻ ജാസിക്ക് അവിടെ പോകുമ്പോ എനിക്ക് പൈസ ഉണ്ടെന്ന് പറഞ്ഞ സിനിമയില് ഇല്ല. ജാസിക്ക് ഒരു റുപ്യ ഇല്ല. ജാസിന് ഇവർക്ക് പൈസ ഇല്ലാണ്ടാണ് ഇവരങ്ങോട്ട് വിളിച്ചത്.